അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാന്യശ്രോതാക്കളെ, അനവധി കഥകൾ കേൾക്കുകയും കേൾക്കാനിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മുന്നിൽ ധീരനായ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് വഹ്ശിയുടെ ചാട്ടുളി. അതെ, വഹ്ശിയുടെ ചാട്ടുളി. സോദരം നാദ കഥയുടെ സാരമുരത്തിടട്ടെ, പാരീതിൽ ഞങ്ങൾ സത്യമത മധുവാഴ്ത്തിടട്ടെ, കരമിതുയർത്തിടും നിന്നോട് സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദുമുരക്കുന്നേ, കരമിതുയർത്തിടും നിന്നോട് സവിധത്തിൽ. ഈ ഗാനമിൽ നാം ഒന്നിച്ചൊന്നായി ഹംദുമുരക്കുന്നേ. ഇത്തമരങ്ങൾക്കപ്പുറം മദീന തായ്വരയിൽ മസ്ജിദ് നബിയുടെ അകത്തളങ്ങളിൽ പ്രവാചകൻ തന്റെ അനുയായികളോട് എന്തോ ഒന്ന് പറഞ്ഞു. കേട്ട മാത്രയിൽ അനുയായികൾ തക്ബീർ മുഴക്കി. ചിലർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങയുടെ കൂടെ ഏതറ്റം വരെയും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ട് തിരുദൂതരെ. അങ്ങ് കൽപ്പിച്ചാലും എന്തായിരുന്നു അവിടുന്ന് കൽപ്പിച്ചതെന്നോ? അതിരറ്റ വമ്പൻ മുമ്പിൽ പതിറിനാരവമുയരുകയായി, തിരമായ ഹതവനകിടാ നിമിഷമിൽ വിജയരജതമതൊഴിച്ചേരൂ, വിജയരജതമതണിച്ചേരൂ. അതെ, അത് ബദറിലേക്കുള്ള വിളിയാളമായിരുന്നു. ഹിജ്റയുടെ 2-ാം വർഷം അബൂ സുഫിയാനെ തടയാൻ പുറപ്പെട്ട മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും ബദറിന്റെ തായ്വരയിൽ ഏറ്റുമുട്ടി. ഹംദത്തുൽ കറാറിന്റെ വാളുകൾ അന്തരീക്ഷത്തിലൂടെ മിന്നി മറയുമ്പോൾ ശത്രു കിങ്കരന്മാരുടെ ശിരസുകൾ ചിതറിക്കൊണ്ടേയിരുന്നു. അബൂജഹൽ, ഉത്ബത്ത്, ഷഹീബത്ത് ഓരോരുത്തരായി അടർക്കണത്തിൽ വീണുകൊണ്ടേയിരുന്നു. യുദ്ധത്തിന്റെ ആവേശം ഇതിലാത്ത ആളുകളിൽ നിന്ന് എന്ത് വിലപിച്ചിരുന്നു. എന്റെ പിതാവ്, എന്റെ സഹോദരൻ, എന്റെ ഭർത്താവ് എല്ലാം എനിക്ക് നഷ്ടമായി. ഇല്ല ഇല്ല, അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ വധിച്ചിട്ടേ സമാധാനമുള്ളൂ. എന്തിന്റെ മനസ്സിലൊരു ഉപായം മിന്നി. എന്തെന്നല്ലേ? ഹിന്ദതിയാ മോഹമിൽ മൊഴിയുന്നു അടവുകൾ പലതായി. ഹംസ തന്റെ സുരതം തരും കുലഹിതനത്തിൻ ഹിതമണം, സ്വതന്ത്രം മുന്തിരി ചിന്തും മുന്തിരി സുന്ദരി ചന്ദ്രി ശോഭി ദൂര പ്രസിൽ കസുര, ദൂര പ്രസിൽ കസുര. അതെ, കറുത്ത വർഗക്കാരനായ തന്റെ അടിമ വഹ്ശിയോടായി ഹിന്ദു പറഞ്ഞു, ഹംസയുടെ തല നീ അടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. വഹ്ശിയുടെ ഉള്ളിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. എത്ര കാലം ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ചിരിക്കണം? തന്നെ പോലുള്ള ചില കാഴ്ചപരമായ മോചനം ലഭിക്കണമെങ്കിൽ ഹംസയെ വക വരുത്തുക തന്നെ. പിന്നീട് അങ്ങോട്ട് വഹ്ശിക്ക് ഉറക്കമില്ലാത്ത നാളുകളായി. കാത്തിരിപ്പിനൊടുവില്ലാതാ ആ ദിവസമെത്തി. ഉഹുദ് രണാങ്കളത്തിലേക്ക് സകല അടവുകളും പഠിപ്പിച്ചുകൊണ്ട് ഹിന്ദു വഹ്ശിയെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പാത്തും പതുങ്ങി നിൽക്കുന്നതിൽ അതാ അത് ഹംസയല്ലേ. പിന്നീട് സമയം കളഞ്ഞില്ല. വഹ്ശി തന്റെ ചാട്ടുകൾ തെറിഞ്ഞു. പിന്നെ എന്തുണ്ടായെന്നല്ലേ? തിരുതൊടിപ്പുകൾ അകനിലക്കവ ജോഡിയിൽ ധീരരെ കൊല്ലൻ തൊഴിയവ, ചിരിയെടുത്ത് ചങ്കു തകർത്തെ വശുടെ ചട്ടുളി ചൊര ചൊരുത്തെ, ചിരിയെടുത്ത് ചങ്കു തകർത്തെ വശുടെ ചട്ടുളി ചൊര ചൊരുത്തെ. ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയും ഓർത്തിടും അവർ. ചീന്തിടും അവർ, മാന്തിടും അവർ, കൊന്ന പടയും ഓർത്തിടും അവർ. എന്റെ ഹംസ, നബി തങ്ങളുടെ മീകൾ അശ്രു വഹിച്ചു കൊണ്ടിരുന്നു. അവിടുന്ന് അശ്രു വഹിച്ചുവോ? അവിടുന്ന് വിതച്ചുവോ? കലങ്ങുന്ന കണ്ണുകൾ സ്വയം തുടച്ചുകൊണ്ട് വഹ്ശി പറഞ്ഞു, എനിക്കും എന്റെ ഈ ചാട്ടുളിക്കും മുത്തുനബി സന്തോഷിക്കുന്ന ദിനം വരുന്നത് വരെ എനിക്കും എന്റെ ഈ ചാട്ടുളിക്കും ഇനി വിശ്രമമില്ല. കാലചക്രം പിന്നെയും നീങ്ങി. അബൂബക്കറുള്ളാന്റെ ഭരണകാലം. യമാമ യുദ്ധഭൂമിയിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സർവ്വ യുദ്ധ സന്നാഹങ്ങളുമായി അതെ വഹ്ശിയും അതെ മുസ്ലിം സംഘം പുറപ്പെടുകയാണ്. മുസ്ലിം വക വരുത്തുക തന്നെ. പരിശുദ്ധ ദീനത്തിനെയുള്ള പടപ്പുറപ്പാടിന് അന്ത്യം കുറിക്കണം. അതിന് യുദ്ധം തന്നെ ഒരു മാർഗമുള്ളൂ. യുദ്ധം അതാ കൊട്ടും പിരികൊള്ളുന്നു. എങ്ങനെയുണ്ടാ കാഴ്ച? ആശമുറ്റം കറുത്താലേ വരും അടുത്തെ പൊടുന്നാന ഷഹീദാവൻ കൊതിച്ചാനെ. ആ അല്ലാവിൻ സ്വർഗം കണ്ട് മോഹന പരീക്ഷ കണ്ട് യുദ്ധഭൂമിയിലൂറ്റമാല നിറഞ്ഞാലേ ഉള്ളിൽ നിറഞ്ഞതാഹം ദീനിൻ തികഞ്ഞ ത്യാഗം
അഹ്ലൽ ഖിതാലി മദദൽ റസഖ് തേടിരുന്നു റബ്ബിനാൽ ഇഹ്സാനായി അഹ്ലൽ ഖിതാലി മദദൽ റസഖ് തേടിരുന്നു റബ്ബിനാൽ ഇഹ്സാനായി. യമാമ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ ചെറുത്തിൽ അട്ടിപ്പതറിയ ശത്രു സൈന്യം തന്റെ ഹതീക്കത്തിലേക്ക് ഓട്ടിയൊളിച്ചു. മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ തന്റെ കോട്ടവാൽ കൊട്ടിയടക്കപ്പെട്ടു. നേതൃപദവി അലങ്കരിക്കുന്ന ഖാലിദ് ഇബ്നു റളിയല്ലാഹു തെല്ലു നേരെ ചിന്തയിലാണ്ടു. ഇനി എന്തുണ്ട് മാർഗം? അപ്പോഴാണ് ഖാലിദിന് ഓർമ്മ വന്നത്. ഓ ബറാഹ്! ഉടനടി ബറാഹ് ഓടിയെത്തി. എന്നെ നിങ്ങൾ ഉയർത്തിയറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ കോട്ടവാൽ തുറന്നു തരാം. അത് സംഭവിച്ചു. പിന്നീട് അങ്ങോട്ട് ഘോരമായ പോരാട്ടം. വാളുകൾ ശത്രുവിന്റെ തലകൾ യുദ്ധഭൂമിയിൽ അടർത്തി മാറ്റി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നാമരുടെ ധ്വനി മുഴക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ കാവൽഭടന്മാർ മുന്നേറിക്കൊണ്ടിരുന്നു. നമ്മുടെ കഥാനായകനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അതാ ഒരാളതാ മുസ്ലിങ്ങളുടെ തലയും പിടിച്ചതാ നിൽക്കുന്നു. അതെ, കൈരതാ ചാട്ടുളി. അതെ, അത് വഹിച്ചു തന്നെ. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സ്വപ്നം പൂവണ സന്തോഷത്തിൽ ആ നീച്ചന്റെ തല യുദ്ധഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിജയ ചാർത്തുകൂടി അത് രേഖപ്പെടുത്തുകയാണ്. പാടാം യമാമ മന്നിൽ വീരചരിതം പാടിടാം വഹ്ശിൽ തീർത്തൊരു ദീനിൻ വിരുദ് ഷജയിൽ മികച്ചൊരു മാമോരാൾ ഹിന്ദത് തന്നുടെ ഉഷിയോരാൾ പൂവിൽ അലിയും പൊലിവോടെ നേരിൽ പതിയും ബലമോടെ അഹദവൻ അല്ലാ അറിയുമല്ലോ മദത്തിനേകിയ നിഅമത്ത് അഹദവൻ അല്ലാ അറിയുമല്ലോ മദത്തിനേകിയ നിഅമത്ത്. ഇതോടെ വഹശിയുടെ ഈ ധീരമായ കഥന കഥ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.